എപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? അപ്പൊ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. ഇത് അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് കേട്ടോ. അപ്പൊ ഇണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനില് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഇട്ട് ഒരു 3/4 ഭാഗം ആവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി ഒരു മിക്സഡ് ജാറിലോട്ട് വെളുത്തുള്ളിയിൽ ഈ ഒരു 3 ടീസ്പൂണൊക്കെ മുളക് പൊടിയും ചേർത്ത് കുരുമുളകും ചേർത്ത് വലിയ ജീരകം ഉണ്ടല്ലോ അത് 1 ടീസ്പൂൺ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്താണ് ഇതുപോലെ പേസ്റ്റ് ആക്കി അരയ്ക്കണം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയ്ക്ക് ഇങ്ങനെ അളവൊന്നുമില്ല. ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചേർത്തോളൂ ട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സും ചേർത്തിട്ട് അതിന്റെ ഒരു പച്ചമണം നന്നായിട്ട് മാറി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഈ ഒരു മിക്സിന് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി ഇനി നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ആക്കണേ. അപ്പോഴേക്കും ദാണ്ടെ ഇതുപോലെ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റ് എന്നോ ഫ്രൈ എന്നോ ഒക്കെ പറയാം. പൊളി ഐറ്റമാണ്. അപ്പൊ എങ്ങനെയാ ട്രൈ ആക്കല്ലേ?